ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിന് നമുക്ക് തരാൻ പറ്റുന്ന ഒരു സജഷൻ. നമ്മൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തരുന്ന സജഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മിക്കവാറും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണിത്. അപ്പോൾ ഏഞ്ചൽസ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. കാരണം നിങ്ങൾ ഈ കണ്ടിട്ടുള്ള വ്യക്തിയെ നിങ്ങൾക്ക് മുൻ ജന്മത്തിൽ എവിടെയോ ഒരു വെച്ച് കണ്ട പരിചയമോ അല്ലെങ്കിൽ ഒരു ഉള്ളലിഞ്ഞ ഒരു ബന്ധം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ അവർക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പൊ മാത്രമല്ല പണ്ട് എങ്ങോ കണ്ടുമുട്ടിയ ഒരു തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു വരാം. അപ്പോൾ ഇതാണ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കർമ്മം, അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട്. ആ ഒരു കർമ്മ ഫിനിഷ് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ലൈഫിലേക്ക് യൂണിവേഴ്സ് ആ ഒരു പേഴ്സണെ വീണ്ടും എത്തിച്ചു ചേർന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുപാട് കർമ്മങ്ങൾ ഈ ഒരു ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ തീർക്കാൻ പറ്റാതെ പോയിട്ടുള്ള കർമ്മങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളുമായിട്ടുള്ളൊരു സോൾ കോൺട്രാക്റ്റിലുള്ള ഈ ഒരു വ്യക്തിക്ക്, പാസ്റ്റ് ലൈഫ് കോൺട്രാക്റ്റ് ഉള്ള ഈ വ്യക്തിക്ക് തീർക്കണം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളും കർമ്മങ്ങളുമായിട്ട് തീർക്കാനുണ്ട് ഈ ജന്മത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഒന്നിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണുന്നില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളും വിഷമഘട്ടങ്ങളും എല്ലാം രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെർട്ട് ടു ഹെർട്ട് കോൺവെർസേഷൻ, ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. ഇതേ കണ്ടോ, നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പൊ നിങ്ങൾ ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ, ഇപ്പൊ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും റിപ്പീറ്റ് ആയിട്ട് കടന്നു വരുന്നുണ്ടാവാം. അപ്പോൾ ഇതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോൺവെർസേഷനിൽ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇപ്പൊ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ, എപ്പോഴെങ്കിലും അല്ല ഡെയിലി സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ വന്നിട്ട് വീണ്ടും തിരിച്ചൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലല്ല ഇവിടെ വേണ്ടത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ്, നീ ഇല്ലാതിരുന്ന സമയത്തുള്ള നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് ആരോട് തുറന്നു പറയാം. ആ ഒരു വ്യക്തിയും അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു പറയുന്നതായിരിക്കും. ചിലവര് ഈ എന്താ പറയാ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരാം. പക്ഷെ അതൊന്നും വിശ്വസിക്കേണ്ട. നിങ്ങൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്കും നിങ്ങൾ കടന്നു പോകുന്ന അതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും ആ ഒരു വ്യക്തിക്കും കടന്നു പോകുന്നുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ടു റീക്യാപ്ചർ റൊമാൻസ്, അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ടു ഫൺ ടു ഷൈൻ. ഇത് തന്നെയാണ് പറയുന്നത്. യൂണിവേഴ്സ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ കുറച്ചിട്ട് നിങ്ങൾ ആ ഒരു നമ്മളുടെ ആ പാർട്ട്ണർ ഉണ്ടല്ലോ, വരുന്ന പാർട്ട്ണറിന്റെ ക്വാളിറ്റീസ് എടുത്ത് അവരെ ആ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ഒരു ക്വാളിറ്റീസ് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു എന്താ പറയുക, കുട്ടിക്കളിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ, റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും കുട്ടിക്കളി അല്ലെങ്കിൽ കെയറിങ് അതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കുറ്റപ്പെടുത്തല്ലേ വേണ്ടത്. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ലൈഫിൽ അത് കഴിഞ്ഞു പോയി. നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് നന്നായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റുള്ളൂ. ആൾ തിരിച്ചു വരുമ്പോൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. നിങ്ങൾ തമ്മിലുണ്ടായ നല്ല 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 നിമിഷങ്ങൾ ഉണ്ടായിരിക്കില്ല, കഴിഞ്ഞു പോയ സമയങ്ങളിലെ നല്ല നല്ല നിമിഷങ്ങൾ, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആളുടെ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഇവിടെ വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാന്ന് പറയില്ലേ, കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു എന്താ പറയുക, ചക്രവാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമെങ്കിലും നിങ്ങൾക്ക് അതിന് സാധിക്കില്ല. കാരണം ഇത് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുള്ളൊരു ബന്ധം തന്നെയാണ്. കാരണം പാസ്റ്റ് ലൈഫ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ഒരു മെസ്സേജും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് ഗോ. അതായത് നിങ്ങളിപ്പോ ഈ ഒരു നിമിഷത്തിലേക്കൂടെ കടന്നു പോകുന്ന ഒരു ചിന്തകളും എന്താ പറയാ, നെഗറ്റീവ് തോട്ട്സും അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, നോ കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിൽ തിരിച്ചു വരുമെന്നും ഓരോ കോളും ഓരോ ടെക്സ്റ്റ് മെസ്സേജും വരുമ്പോഴേക്കും നിങ്ങളെ മനസ്സ് കിടന്ന് തുടിക്കും. അത് ആളുടെ ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടാവാം.
പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം എന്താ വരാത്തത്, അല്ലെങ്കിൽ ദിവസം തുടങ്ങുമ്പോൾ 24 മണിക്കൂറിൽ ഒരു മിനിറ്റ് ഇടവിടാണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ തന്നെ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പൊ യൂണിവേഴ്സ് പറയാൻ എന്താന്ന് വെച്ചാൽ ലീസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ, എക്സ്പെക്ടേഷൻ ഇവിടെ കുറയ്ക്കൂ, ലെറ്റ് ഗോ ചെയ്യൂ, ആ ഒരു കാര്യത്തെ ലെറ്റ് ഗോ ചെയ്യൂ. ആ നിമിഷം തന്നെ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. കാരണം ലെറ്റ് ഗോ ചെയ്യുന്നതോടുകൂടി, യൂണിവേഴ്സിന് നമ്മൾ സമർപ്പിക്കുന്നതോടുകൂടി യൂണിവേഴ്സ് ആ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ തന്നെ വട്ടം കറക്കി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക, ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളത് പുറത്ത് കടക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇത് ഗാർഡിയൻ ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചുള്ളത്. ഓക്കെ.